കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഫോർസൈറ്റ്സ് ടിവിയുടെ മണ്ഡലങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. എറണാകുളത്ത് നിന്ന് ഇത്തവണയും കരകയറുന്നത് ആരായിരിക്കും? ആവേശകരമായ തിരഞ്ഞെടുപ്പ് മത്സരമാണ് എറണാകുളത്ത് നിന്ന് ഇത്തവണ നടക്കുന്നത്. എറണാകുളം എല്ലാ കാലത്തും UDFിനൊപ്പം അഥവാ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. 1952 ആദ്യ തിരഞ്ഞെടുപ്പിൽ തിരുക്കൊച്ചിയുടെ ഭാഗമായി നിന്നപ്പോൾ മുതൽ ഇതുവരെ നടന്ന 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 3 തവണയൊഴികെ 14 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് എറണാകുളത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് വിജയിച്ചത്. ഇതിനിടയിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ മാറി ചിന്തിക്കാൻ എറണാകുളത്തുകാർ തയ്യാറായിട്ടുണ്ട്. 2 തവണയും സെബാസ്റ്റ്യൻ പോളായിരുന്നു വിജയി. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. നിലവിൽ MP ആയിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഹൈബി ഈഡനെ വീഴ്ത്താൻ ഇത്തവണ LDF ലത്തീൻ സമുദായ അംഗവും അധ്യാപികയുമായ KJ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ AM തോമസ് ആണ് എറണാകുളത്ത് വിജയിച്ചത്. ഇടത് പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി MM അബ്ദുൽ ഖാദറിനെയാണ് പരാജയപ്പെടുത്തിയത്. 1962 തോമസ് വിജയിച്ചപ്പോൾ മണ്ഡലത്തിൽ ആദ്യമായി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ചാണ് അബ്ദുൽ ഖാദർ വീണ്ടും പരാജയപ്പെട്ടത്. 1967 മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ കൂട്ടി സപ്തകക്ഷി മുന്നണിയുണ്ടാക്കി ഇടതു തരംഗം സൃഷ്ടിച്ചപ്പോൾ എറണാകുളം ഇതാദ്യമായി കോൺഗ്രസിനെ കൈവിട്ടു. ഹാട്രിക് വിജയം തേടിയിറങ്ങിയ തോമസിനെ അന്ന് വീഴ്ത്തിയത് CPMൻ്റെ V വിശ്വനാഥ മേനോനായിരുന്നു. പക്ഷേ ഇതോടെ എറണാകുളം CPMന് അന്യമായി. 1971 മുതൽ 1996 വരെ എറണാകുളത്ത് ഇടതുപക്ഷത്തിന് നിലം തൊടാനായിട്ടില്ല. ഇതിനിടെ കോൺഗ്രസിൻ്റെ ഹെൻറി ഓസ്റ്റിൻ, സേവിയർ അറയ്ക്കൽ എന്നിവർ ഓരോ തവണയും 1984, 89, 1991 വർഷങ്ങളിൽ തുടർച്ചയായി ജയിച്ച് പ്രൊഫസർ KV തോമസും എറണാകുളത്തിൻ്റെ പ്രതിനിധികളായി ലോക്സഭയിലെത്തി. എറണാകുളത്ത് ഒരു വിജയത്തിന് വേണ്ടി CPMന് കാത്തിരിക്കേണ്ടി വന്നത് 29 വർഷമാണ്. 1996 അതിനുവേണ്ടി കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ അവർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. 1995 കോൺഗ്രസ് വിട്ട സേവിയർ അറയ്ക്കലിനെ 96 തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനാക്കി എറണാകുളത്ത് CPM മത്സരിപ്പിച്ചു. KV തോമസിനെതിരെ ഉജ്ജ്വല വിജയം നേടിയെങ്കിലും അസുഖബാധിതനായി കാലാവധി പൂർത്തിയാക്കാനാവാതെ 1997 ഫെബ്രുവരിയിൽ സേവിയർ അറയ്ക്കൽ മരണപ്പെട്ടു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ച് വിജയിച്ചു. 1998 നടന്ന തെരഞ്ഞെടുപ്പിൽ MLA ജോർജ് ഈഡനെ ഇറക്കി കോൺഗ്രസ് എറണാകുളം തിരിച്ചുപിടിച്ചു. കാലാവധി പൂർത്തിയാകാതെ 1 വർഷത്തിനുള്ളിൽ പാർലമെൻറ്റ് പിരിഞ്ഞ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും ജോർജ് ഈഡൻ വിജയിച്ചു കയറി. കാലാവധി തീരും മുമ്പേ ജോർജ് ഈഡൻ മരണപ്പെട്ടതോടെ എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മുതലാക്കി ഇത്തവണ സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്വതന്ത്രനായി വിജയിച്ചു. ഇടത് തരംഗം ആഞ്ഞടിച്ച 2004 സെബാസ്റ്റ്യൻ പോൾ എറണാകുളത്ത് വിജയിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയായി എത്തിയ ഡോക്ടർ എഡ്വേർഡ് എടേഴത്തിനെ പ്രവർത്തകർ പോലും അംഗീകരിക്കാതിരുന്നതും 1967 ശേഷം എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അല്ലാതെ ഇതാദ്യമായി CPMന് വിജയം സമ്മാനിച്ചു. 2009 മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് KV തോമസിനെയും നിലനിർത്താൻ CPM SFI നേതാവായ സിന്ധു ജോയിയെയും മത്സരിപ്പിച്ചു. അന്ന് സിന്ധു ജോയിയുടെ മുന്നിൽ വിറച്ചാണ് KV തോമസ് ജയിച്ചത്. 2009 ശേഷം ഇതുവരെ കോൺഗ്രസിന് എറണാകുളത്ത് ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും CPMന് കഴിഞ്ഞിട്ടില്ല. 2014 KV തോമസ് വീണ്ടും വിജയിച്ചു. 2019 P രാജീവനെ മത്സരിപ്പിച്ചെങ്കിലും ജോർജ് ഈഡൻ്റെ മകൻ ഹൈബി ഈഡനെ നിലനിർത്തി കോൺഗ്രസ് സീറ്റ് നിലനിർത്തി. 2014 AN രാധാകൃഷ്ണനിലൂടെ 99,003 വോട്ട് നേടിയ BJP 2019 അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ 1,37,749 വോട്ട് നേടിയ ശക്തമായ സാന്നിധ്യമായി. ഹൈബി ഈഡൻ 4,91,263 വോട്ടും P രാജീവ് 3,22,110 വോട്ടുമാണ് അന്ന് നേടിയത്. നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരു കക്ഷികൾക്കും മേൽക്കോയ്മ അവകാശപ്പെടാനില്ലെങ്കിലും കോൺഗ്രസിന് തന്നെയാണ് മേൽക്കൈ.
തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം, പറവൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസും കൊച്ചി, വൈപ്പിൻ, കളമശ്ശേരി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റേതുമാണ് MLA-മാർ. മണ്ഡലത്തിലെ ജനസംഖ്യയിൽ 53% വരുന്ന ക്രൈസ്തവരിൽ തന്നെ 45% വരുന്ന ലത്തീൻ വിഭാഗമാണ് എറണാകുളത്തെ തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നത്. രാഷ്ട്രീയ പാരമ്പര്യത്തിനൊപ്പം കഴിഞ്ഞ കാലങ്ങളിലെ വികസനം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ ഹൈബി ഈഡൻ പോരിനിറങ്ങിയിരിക്കുന്നത്. ലത്തീൻ വോട്ടുകൾ തന്നെയാണ് ഇടതുപക്ഷവും ലക്ഷ്യമിടുന്നത്. അതാണ് ആ സമുദായത്തിൽ നിന്നുള്ള അധ്യാപിക KJ ഷൈൻ ടീച്ചറിലേക്ക് CPM-നെ എത്തിച്ചത്. മണ്ഡലത്തിലെ 36.21% ഹിന്ദു വോട്ടുകൾ മാത്രം ലക്ഷ്യമിടുന്ന BJP-യുടെ സ്ഥാനാർത്ഥി PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. എറണാകുളത്ത് CPM പ്രതീക്ഷിക്കുന്നത് അട്ടിമറി വിജയമാണ്. ഹൈബി ഈഡൻ വീണ്ടും ഒരു വിജയത്തിനിറങ്ങുമ്പോൾ ശക്തമായ വെല്ലുവിളിയാണ് KJ ഷൈൻ ഉയർത്തുന്നത്. വനിതയിലൂടെ എറണാകുളത്ത് നിന്ന് കരകയറാൻ CPM-നാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.